ഹായ് ഓൾ, വെൽക്കം ടു Prepwise. +2 ഏത് സ്ട്രീം കംപ്ലീറ്റ് ചെയ്ത ആളുകൾക്കും എടുക്കാൻ കഴിയുന്ന ഒരു ഏരിയയാണ് സോഷ്യൽ സയൻസസ് ആൻഡ് ഹ്യൂമാനിറ്റീസിലെ ഒട്ടുമിക്ക സബ്ജക്റ്റുകളും. എന്നാൽ +2 ഹ്യൂമാനിറ്റീസ് പഠിക്കാത്ത ആളുകൾക്ക് ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടാവും. അതേപോലെ +2 ഹ്യൂമാനിറ്റീസ് കംപ്ലീറ്റ് ചെയ്ത ആളുകളാണെങ്കിൽ പോലും അവർക്ക് മനസ്സിലാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അത്തരം കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. സോഷ്യൽ സയൻസസ് ആൻഡ് ഹ്യൂമാനിറ്റീസിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ മനുഷ്യരെക്കുറിച്ച്, അവരുടെ സ്വഭാവങ്ങളെക്കുറിച്ച്, പ്രത്യേകിച്ചും അവരുടെ സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക, മാനസിക, പാരിസ്ഥിതികപരമായ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ഇതിൽ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇതിൽ ചരിത്രപരമായതും സമകാലികമായതും അതേപോലെ ഭാവിയെക്കുറിച്ചുള്ളതൊക്കെ വരും. സോഷ്യൽ സയൻസസ് ആൻഡ് ഹ്യൂമാനിറ്റീസ് പഠിക്കുന്നതുകൊണ്ട് നമ്മളാരാണെന്നും നമുക്ക് ചുറ്റുമുള്ളതിനെക്കുറിച്ചും നമ്മൾ ജീവിക്കുന്ന ലോകത്തിനെക്കുറിച്ചൊക്കെ നല്ലൊരു ധാരണ നമുക്ക് കിട്ടും. അങ്ങനെ ഒരു ഇൻഫോംഡ് സിറ്റിസണായി മാറാൻ കൂടെ ഇത് നമ്മളെ സഹായിക്കുന്നു. സോഷ്യൽ സയൻസസ് ആൻഡ് ഹ്യൂമാനിറ്റീസ് പഠനം നമ്മൾ സ്കൂൾ മുതലേ തുടങ്ങുന്നുണ്ട്. നിങ്ങൾ ഈ കാണുന്ന പേരുകളൊക്കെ നോക്കിയാൽ അറിയാം. സോഷ്യൽ സയൻസസ്, ഹ്യൂമാനിറ്റീസ്, ആർട്സ്, ലിബറൽ ആർട്സ്, ഇതൊക്കെ പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, നീ എന്താ പഠിക്കുന്നത്? ഞാൻ ആർട്സ് ആണ്, ഞാൻ സോഷ്യൽ സയൻസ് ആണ്. ശരിക്കും ഇതൊക്കെ ഒന്നാണോ? ഇത് തമ്മിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ എന്നൊക്കെ നമുക്ക് ഓരോന്നോരോന്നായി പരിശോധിക്കാം. സോഷ്യൽ സയൻസസ് ആൻഡ് ഹ്യൂമാനിറ്റീസ് രണ്ടും നമ്മൾ ഒന്നായിട്ടാണ് യൂസ് ചെയ്യുന്നത്. രണ്ടും തമ്മിലുള്ള ഡിഫറൻസസ് അല്ലെങ്കിൽ സിമിലാരിറ്റീസ് എന്തൊക്കെയാണ്? ഹ്യൂമൻ സൊസൈറ്റിയുടെ വ്യത്യസ്ത ആസ്പെക്ട്സുകളെക്കുറിച്ചാണ് സോഷ്യൽ സയൻസസ് പഠിക്കുന്നത്. അപ്പോൾ ഹ്യൂമാനിറ്റീസ് എന്ന് പറയുന്നത് പ്രൊഡക്ട്സ് ഓഫ് ഹ്യൂമൻ സൊസൈറ്റി എന്നുള്ളതാണ്. അതെങ്ങനെയാണ് വരുന്നത്? Social sciences included sociology, psychology, anthropology, economics, social geography and political sciences. And on the other hand, humanities are concerned with human culture, especially arts, literature, music and philosophy. ഇനി ഹ്യൂമാനിറ്റീസ് ആൻഡ് ആർട്സ് തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നോക്കുമ്പോൾ ഇത് രണ്ടും പ്രധാനമായി ഡീൽ ചെയ്യുന്നത് ഹ്യൂമൻ സൊസൈറ്റി ആൻഡ് കൾച്ചർ എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെയാണ്. ഇനി ലിബറൽ ആർട്സിലേക്ക് വരുമ്പോൾ ഇത് പ്രധാനമായും ഡീൽ ചെയ്യുന്നത് ഒരു ബ്രോഡർ സ്പെക്ട്രം ഓഫ് നോളജ് അല്ലെങ്കിൽ സ്കിൽസുകളെയാണ്. ആൻഡ് ഇറ്റ് ജനറലി കവേഴ്സ് ഓൾ മേജർ സ്ട്രീംസ്, സയൻസ് ആൻഡ് മാത്തമാറ്റിക്സ്, നേച്ചുറൽ സയൻസസ്, സോഷ്യൽ സയൻസസ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ആൻഡ് ഈവൻ കോമേഴ്സ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, നമ്മൾ ഹ്യൂമാനിറ്റീസ്, ആർട്സ് എന്നൊക്കെ വെറുതെ വിളിക്കുന്ന ഈ ഒരു സ്ട്രീം അല്ലെങ്കിൽ സബ്ജക്റ്റ് എന്ന് പറയുന്നത് വലിയൊരു ലോകത്തെ തന്നെ ഉൾക്കൊള്ളുന്നു എന്നുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഇതുവരെ ചർച്ച ചെയ്തിട്ടുള്ള ടേംസുകളായിട്ടുള്ള സോഷ്യൽ സയൻസസ്, ഹ്യൂമാനിറ്റീസ്, ആർട്സ്, ലിബറൽ ആർട്സ്, ഇവയൊക്കെ കേൾക്കുമ്പോൾ ഒരേതായിട്ട് തോന്നുമെങ്കിലും ഇവയ്ക്കൊക്കെ ഇതിൻ്റേതായിട്ടുള്ള പ്രാധാന്യവും അതോടൊപ്പം തന്നെ സാധ്യതകളും ഉണ്ട് എന്നുള്ളതാണ്. ഇതൊക്കെ പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ, പ്രത്യേകിച്ചും നമുക്ക് സബ്ജക്റ്റുകളെക്കുറിച്ച്, അതിൻ്റെ കരിയർ സാധ്യതകളെക്കുറിച്ച്, ജോലി സാധ്യതകളെക്കുറിച്ചൊക്കെ അറിവുകളും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് പലതരത്തിലുള്ള സോഴ്സുകളിലൂടെയാണ്. സോഷ്യൽ സയൻസസ് ആൻഡ് ഹ്യൂമാനിറ്റീസുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ പൊതുവായിട്ട് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. നമുക്കൊന്ന് നോക്കാം. ഒരു 10th കംപ്ലീറ്റ് ചെയ്ത് പിന്നെ അതിനുശേഷം ഒരു ഹ്യൂമാനിറ്റീസ് സ്ട്രീമിലേക്ക് പോകുന്ന ഒരു സ്റ്റുഡൻറ്റ്, അല്ലെങ്കിൽ ഒരു 12th ഹ്യൂമാനിറ്റീസോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ട്രീമിൽ നിന്ന് 12th കംപ്ലീറ്റ് ചെയ്ത് ഏതെങ്കിലും ഒരു ആർട്സ് സബ്ജക്റ്റിൽ ഡിഗ്രി ചെയ്യാൻ പോകുന്ന സ്റ്റുഡൻറ്റ്, ഇവരൊക്കെ കേൾക്കുന്ന കുറച്ചധികം കാര്യങ്ങളുണ്ട്. ഇപ്പോൾ 10th കഴിഞ്ഞ് ഒരു ആർട്സ് സ്ട്രീമിലേക്ക് പോകുന്ന ഒരാളോട് ചോദിക്കും, അതെന്താ സയൻസ് എടുക്കാത്തത്? അതുപോലെ ഇതെന്തിനാ ഈ സിമ്പിൾ സബ്ജക്റ്റ് എടുക്കുന്നത്? വല്ല പ്രൊഫഷണൽ കോഴ്സുകളും എടുത്തൂടെ? ഇനി സോഷ്യൽ സയൻസസ് ആൻഡ് ഹ്യൂമാനിറ്റീസ് എന്നൊക്കെ പറയുന്നത് ലാംഗ്വേജസ് ആണോ? അപ്പം പിന്നെ എല്ലാവർക്കും പഠിക്കാൻ പറ്റും, പ്രത്യേകിച്ച് കഴിവൊന്നും വേണ്ടതില്ലല്ലോ അല്ലേ? ഇതെടുത്ത് പഠിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ജോലിയൊന്നും കിട്ടില്ലല്ലോ, അല്ലെങ്കിൽ ശമ്പളമൊക്കെ കുറവായിരിക്കുമല്ലോ, പിന്നെ നീ എങ്ങനെ ഫാമിലിയൊക്കെ നോക്കാൻ വേണ്ടി പറ്റും? പിന്നെ ഇതിൽ ഏറ്റവും കോമഡി ആയിട്ടുള്ളത് 12th മാർക്ക് കുറവാണല്ലേ, അതുകൊണ്ടാണ് ആർട്സ് എടുക്കുന്നത്. അല്ലെങ്കിൽ മെഡിസിൻ, എൻജിനീയറിങ്, CA ഇവയ്ക്കൊന്നും അഡ്മിഷൻ കിട്ടിയില്ല അല്ലേ. അങ്ങനെ ഈ ലിസ്റ്റ് നീണ്ടു പോകുന്നു. പക്ഷേ ഈ ലിസ്റ്റ് അങ്ങനെ നീണ്ടു പോകാൻ പാടില്ല. നമുക്കിതിൻ്റെ ഓരോന്നിൻ്റെയും യാഥാർത്ഥ്യങ്ങളെ കൂടി പരിശോധിക്കാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ തെറ്റിദ്ധാരണ നോക്കാം. ആർട്സ് എടുക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് മാർക്ക് കുറഞ്ഞ് കിട്ടുന്ന ആളുകളാണ്, അതല്ലെങ്കിൽ സയൻസ് കിട്ടാത്ത ആളുകളാണ്, അല്ലെങ്കിൽ കഴിവ് കുറഞ്ഞ ആളുകളാണ്. പക്ഷേ ഇതിൻ്റെ യാഥാർത്ഥ്യം പരിശോധിക്കുമ്പോൾ ഇപ്പോൾ 10th 12th ഒക്കെ ഡിഫറെൻറ്റ് ബോർഡ്സിൻ്റെ റിസൾട്ട് വരുന്ന സമയത്ത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ന്യൂസിൽ വന്നതായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ഏറ്റവും കൂടുതൽ ടോപ്പ് സ്കോർ നേടിയിട്ടുള്ള ആളുകൾ, 10th ടോപ്പ് സ്കോർ നേടിയിട്ടുള്ള ആളുകൾ ഹ്യൂമാനിറ്റീസ് സ്ട്രീം ചൂസ് ചെയ്തു. അതേപോലെ 12th ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്തിട്ടുള്ള ആളുകൾ ആർട്സ് സബ്ജക്റ്റുകളിൽ ഡിഗ്രി ചൂസ് ചെയ്തു എന്നുള്ളത്. രണ്ടാമത്തൊരു കാര്യം എന്ന് പറയുന്നത് 95% മേലെ സയൻസ് സ്ട്രീമിൽ സ്കോർ ചെയ്തിട്ടുള്ള ആളുകൾ ഡൽഹി യൂണിവേഴ്സിറ്റി പോലെയുള്ള യൂണിവേഴ്സിറ്റികളിൽ
ആർട്സ് സബ്ജക്റ്റുകളായിട്ടുള്ള ഹിസ്റ്ററി, സോഷ്യോളജി, പൊളിറ്റിക്കൽ സയൻസ്, എക്കണോമിക്സ് തുടങ്ങിയ സബ്ജക്റ്റുകളിൽ അഡ്മിഷൻ കിട്ടുന്നതിന് വേണ്ടി നെട്ടോട്ടം ഓടുന്ന കാഴ്ച ഈ കട്ട് ഓഫ് വരുന്ന സമയത്ത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അപ്പോൾ രണ്ടാമതായി പൊതുവേ പറയുന്നൊരു കാര്യമാണ്, ഇതിന് അത്ര സ്പെഷ്യലൈസ്ഡ് അല്ല, അല്ലെ തീരെ സ്കോപ്പ് ഇല്ലാത്തൊരു സബ്ജക്റ്റാണ്. ഇപ്പോൾ ചിത്രത്തിൽ കാണുന്നത് പോലെ ഒരു സ്റ്റുഡൻറ്റ് 10th കഴിഞ്ഞിട്ടുള്ളൊരു സ്റ്റുഡൻറ്റിനോട് ചോദിക്കുകയാണ്, നീ ഏതാണ് 11th സ്ട്രീം എടുക്കുന്നത്? അബ്സല്യൂട്ട്ലി ഞാൻ സയൻസ് തന്നെയാണ് എടുക്കുന്നത്. പക്ഷേ നിനക്ക് സയൻസ് അത്ര താല്പര്യമില്ലല്ലോ. അത് ശരിയാണ്, പക്ഷെങ്കിൽ സയൻസ് കഴിഞ്ഞാൽ മാത്രമാണല്ലോ ഒരുപാട് കരിയർ സാധ്യതകളുള്ളത്. ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞാൽ അത്തരം കരിയർ സാധ്യതകൾ വളരെ കുറവാണല്ലോ. ഇതും ഒരു വലിയൊരു തെറ്റിദ്ധാരണയാണ്. കാരണം ഒന്ന്, ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസസ് നമ്മൾ 12th പഠിക്കുന്ന സമയത്ത് ഏകദേശം ഒരു 4 5 അല്ലെങ്കിൽ 6 സബ്ജക്റ്റുകൾ, ലാംഗ്വേജസ് അടക്കം 5 6 സബ്ജക്റ്റ് മാത്രമാണ് പഠിക്കുന്നത്. പക്ഷേ നമ്മൾ ഹയർ എഡ്യൂക്കേഷനിലേക്ക് പോകുന്ന സമയത്ത് ഒരുപാട് ഓപ്ഷൻസ് ആർട്സ് അല്ലെങ്കിൽ സോഷ്യൽ സയൻസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് സബ്ജക്റ്റുകളെക്കുറിച്ചും അതിലുള്ള കരിയറിനെ കുറിച്ചൊക്കെ ഞാൻ സംസാരിക്കാം. മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണമാണ് സോഷ്യൽ സയൻസസ് ആൻഡ് ഹ്യൂമാനിറ്റീസ് എടുത്തു കഴിഞ്ഞാൽ ജീവിതത്തിൽ പണി കിട്ടും, പക്ഷേ ജോലി കിട്ടില്ല എന്നുള്ളത്. പക്ഷേ യാഥാർത്ഥ്യത്തിലേക്ക് വരുമ്പോൾ സോഷ്യൽ സയൻസസ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ഒരുപാട് തരത്തിലുള്ള സ്കിൽ സെറ്റ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപയോഗിച്ച് എടുക്കാവുന്ന കരിയറുകൾ എന്ന് പറയുന്നത് മറ്റുള്ള സ്ട്രീമുകളേക്കാൾ ഒരുപാടധികം കരിയറിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ വേണ്ടി പറ്റും. അത്തരം കാര്യങ്ങൾ കൂടെ ഞാനിതിൻ്റെ എൻഡിൽ ഡീറ്റെയിൽഡായിട്ട് പ്രതിപാദിക്കുന്നതാണ്. ഇനി മറ്റൊരു കാര്യം, ഇനി അഥവാ ജോലി കിട്ടിയാൽ തന്നെ ശമ്പളം കുറവായിരിക്കും എന്നുള്ളതാണ്. ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഏതൊരു ജോലി, ഏത് ഫീൽഡിലുള്ള ജോലിയാണെങ്കിൽ പോലും അതിനൊരു എൻട്രി ലെവൽ കഴിഞ്ഞ് പിന്നെ എക്സ്പീരിയൻസിൻ്റെയും സ്കിൽസിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ പ്രൊമോഷൻസും മറ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ സാലറിയും നിശ്ചയിക്കപ്പെടുന്നതും കിട്ടുന്നതൊക്കെ ഇതിൻ്റെയൊക്കെ ബേസിസിലാണ് എല്ലാ ഫീൽഡുകളിലും. പിന്നെ സോഷ്യൽ സയൻസസ് ആൻഡ് ആർട്സ് സബ്ജക്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ട് പല ഫീൽഡുകളിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ, പ്രത്യേകിച്ച് സീനിയർ പ്രൊഫസേഴ്സ് അല്ലെ ജേർണലിസ്റ്റ്, റൈറ്റേഴ്സ്, ബ്യൂറോക്രാറ്റ്സ്, ഇവരുടെയൊക്കെ സാലറി പരിശോധിച്ച് കഴിഞ്ഞാൽ ഇത് ഒരു തെറ്റിദ്ധാരണയാണെന്ന് എളുപ്പം മനസ്സിലാക്കാൻ പറ്റും. ഇനി മറ്റൊരു ആരോപണമാണ്, നിങ്ങൾ സോഷ്യൽ സയൻസസ് അല്ലെങ്കിൽ ആർട്സ് സബ്ജക്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു റൂമിനുള്ളിൽ ഡെസ്കിനെടുത്ത് കുടുങ്ങിക്കിടക്കുമെന്നുള്ളത്. അപ്പോൾ നോക്കൂ, ഒരു മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം കംപ്ലീറ്റ് ചെയ്ത് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ജേർണലിസ്റ്റുകൾ, ജിയോഗ്രഫി കംപ്ലീറ്റ് ചെയ്ത് ക്ലീൻ ഡ്രിങ്കിങ് വാട്ടർ സൊല്യൂഷന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു പ്രൊഫഷണൽ, ഇൻ്റർനാഷണൽ റിലേഷൻസിലെ പൊളിറ്റിക്കൽ സയൻസ് കംപ്ലീറ്റ് ചെയ്ത് പുറത്തൊക്കെ രാഷ്ട്രത്തിൻ്റെ നയതന്ത്ര പ്രതിനിധികളുമായിട്ടൊക്കെ വർക്ക് ചെയ്ത് പോളിസികളൊക്കെ രൂപീകരിക്കുന്ന ഒരാൾ. പിന്നെ ഇതേപോലെ ഹ്യൂമൻ റൈറ്റ്സ് വർക്കേഴ്സ്, അതേപോലെ സോഷ്യൽ സയൻസിലെ ആർട്സ് സബ്ജക്റ്റുകൾ കംപ്ലീറ്റ് ചെയ്ത് വിവിധ മേഖലകളിലുള്ള പ്രൊഫഷണലുകൾ, ഇവരാരെയും നമ്മൾ ഡെസ്കിനെടുത്ത് കുടുങ്ങിപ്പോയവരായി കാണാൻ കഴിയുന്നില്ലല്ലോ. ലോകത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതിൽ സയൻസ്, ടെക്നോളജി, എൻജിനീയറിംഗ് എന്നീ ഫീൽഡുകളുടെ കോൺട്രിബ്യൂഷൻസ് നമുക്കൊരിക്കലും നിഷേധിക്കാൻ പറ്റാത്തതാണ്. പക്ഷേ ഡെവലപ്മെൻറ്റ്സിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുന്ന സമയത്ത് ഇതെല്ലാം ഒരൊറ്റ ഡിസിപ്ലിൻ കൊണ്ടോ അല്ലെങ്കിൽ അതിലൂടെ മാത്രം സംഭവിക്കുന്ന ഒന്നല്ല, മറിച്ച് എല്ലാം കൂടെ വരുമ്പോൾ ഹാപ്പൻ ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഈ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇപ്പം നോക്കൂ, ആപ്പിൾ എന്ന് പറയുന്നത് ലോകത്തെ തന്നെ വലിയൊരു ടെക് കമ്പനിയാണ്. അപ്പോൾ ആപ്പിളിൻ്റെ വിവിധ പ്രൊഡക്ട്സുകളിലൂടെ, അതായത് ഐഫോൺ അല്ലെങ്കിൽ മാക്ബുക്ക് അല്ലെങ്കിൽ ആപ്പിൾ വാച്ച്, ഇതിലൂടെയൊക്കെ ഈ ടെക്നോളജി ഇൻഡസ്ട്രിയിൽ ഒരു പുതിയ സ്റ്റാൻഡേർഡ് കൊണ്ടുവരാൻ ആപ്പിളിന് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ആപ്പിളിൻ്റെ വിവിധ പ്രൊഡക്ട്സിൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, അതായത് മാക് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് സ്റ്റീവ് ജോബ്സ് അറ്റൻഡ് ചെയ്തിട്ടുള്ള ഒരു കാലിഗ്രഫി കോഴ്സിന് അദ്ദേഹം ഇതിൻ്റെ ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ക്രെഡിറ്റ് നൽകുന്നുണ്ട്. അതേപോലെ തന്നെ iPad 2 നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് ആർട്സ് ആൻഡ് ഡിസൈൻ എന്നിവയ്ക്കുള്ള ഇമ്പോർട്ടൻസ് അദ്ദേഹം പറയുന്നുണ്ട്. സിമിലർലി ഇപ്പം ടെക്നോളജി മേഖലയിലുള്ള വലിയ ഡെവലപ്മെൻറ്റുകളായിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മെഷീൻ ലേണിംഗ് പോലെയുള്ള സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി അത് ഹ്യൂമാനിറ്റീസിൻ്റെ റിസർച്ചിലും ഓപ്പറേഷൻസിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരുപാട് ഉദാഹരണങ്ങളും നമുക്ക് എടുക്കാൻ കഴിയും. പിന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം എന്തെന്നാൽ, ലോകത്തിലെ പ്രധാനപ്പെട്ട ടെക് കൊമേഴ്സ് കമ്പനികളുടെയൊക്കെ ഫൗണ്ടേഴ്സിനെയൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ പലരും ടെക്നോളജി എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് കഴിഞ്ഞ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകളല്ല. ഇപ്പോൾ സ്ലൈഡിൽ കാണുന്നത് പോലെ സ്ലാക്ക്, യൂട്യൂബ്, എയർബിഎൻബി, ലിങ്ക്ഡിൻ, ആലിബാബ തുടങ്ങിയ കമ്പനികളുടെയൊക്കെ ഫൗണ്ടേഴ്സ് പലരും ആർട്സ് സബ്ജക്റ്റുകളിൽ മേജർ ചെയ്തിട്ടുള്ള ആളുകളാണ്. ഹിസ്റ്ററി, ലിറ്ററേച്ചർ, ഇംഗ്ലീഷ്, ഫിലോസഫി തുടങ്ങിയ സബ്ജക്റ്റുകളിലൊക്കെ ഗ്രാജുവേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും സോഷ്യൽ സയൻസസ് ആൻഡ് ഹ്യൂമാനിറ്റീസിലുള്ള ഡൈവേഴ്സ് ആയിട്ടുള്ള ഓപ്ഷൻസിനെ കുറിച്ച് അല്ലെ ആ ലോകത്തിലേക്ക് തന്നെ തിരിച്ചു വരാം. അപ്പോൾ സ്ലൈഡിൽ കാണുന്നത് പോലെ സോഷ്യൽ സയൻസസ് ആൻഡ് ഹ്യൂമാനിറ്റീസ് എന്നുള്ളത് ഒരുപാട് സബ്ജക്റ്റുകളെ കവർ ചെയ്യുന്നുണ്ട്. അതിൽ സബ്ജക്റ്റുകൾക്ക് പുറമെ ഏരിയ ഓഫ് സ്റ്റഡി അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് ഏരിയാസ് അതുപോലെയുള്ള ഒരുപാട് ഏരിയകൾ വരുന്നുണ്ട്. അപ്പോൾ ഒരു 12th കഴിഞ്ഞ് UGയിലേക്ക് പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ട് ഇന്ത്യയിൽ ഓഫർ ചെയ്യുന്ന പ്രോഗ്രാമുകൾ എന്ന് പറയുന്നത് ഈ സ്ലൈഡിൽ കാണുന്നത് പോലെ ഹിസ്റ്ററി, സോഷ്യോളജി, പൊളിറ്റിക്കൽ സയൻസ്, എക്കണോമിക്സ്, ഫിലോസഫി, സൈക്കോളജി,
ജിയോഗ്രഫി, ജെൻഡർ സ്റ്റഡീസ്, ആർക്കിയോളജി, ആന്ത്രോപോളജി തുടങ്ങിയ ഒരുപാട് സബ്ജക്റ്റുകളുണ്ട്. അപ്പോൾ ഇതിൽ തന്നെ ചില സബ്ജക്റ്റുകൾ നമ്മൾ UG കഴിഞ്ഞതിന് ശേഷം PGക്ക് മാത്രം പോകാൻ പറ്റുന്ന സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഏരിയാസ് ഉണ്ടാവും. ഇപ്പം കൾച്ചറൽ സ്റ്റഡീസ്, ജെൻഡർ സ്റ്റഡീസ്, അല്ലെങ്കിൽ അതുപോലെ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് എന്നൊക്കെ പറയുന്നത്. പിന്നീട് ഇത് കഴിഞ്ഞ് പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ ശേഷം റിസർച്ചിലേക്കൊക്കെ പോകുന്ന ആളുകളാണെങ്കിൽ വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു സ്പെസിഫിക് ഏരിയനെ കുറിച്ചിട്ടുള്ള സ്റ്റഡീസൊക്കെ ഉണ്ടാവും. ഇനി 2 കാര്യങ്ങളാണ്. ഒന്ന് പിന്നെ ഒരു 12th കംപ്ലീറ്റ് ചെയ്ത് ഒരു ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു കോളേജിലേക്ക് ആർട്സ് പഠിക്കാൻ പോകുന്നൊരു സ്റ്റുഡൻറ്റ്, അവർക്ക് പ്രധാനമായിട്ടും വേണ്ട സ്കിൽസ് എന്തൊക്കെയാണ്? ഇപ്പം പല സബ്ജക്റ്റുകൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെ പഠിക്കുന്നതിന് വേണ്ട പ്രധാനപ്പെട്ട സ്കിൽസ് എന്തൊക്കെയായിരിക്കും? അതോടൊപ്പം തന്നെ രണ്ടാമതായി ഈ സബ്ജക്റ്റുകളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സ്കില്ലുകൾ എന്തൊക്കെയായിരിക്കും? ആ സ്കില്ലുകൾ നമുക്ക് ഭാവിയിൽ എന്തെങ്കിലും ഉപകാരപ്പെടുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ലിറ്ററസി സ്കിൽസ് എന്ന് പറയുന്നതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഇൻഫർമേഷൻ അല്ലെങ്കിൽ വിവരങ്ങൾ ഉപയോഗിച്ച് സൊസൈറ്റി ഫങ്ഷൻ ചെയ്യിപ്പിക്കാനും അല്ലെങ്കിൽ ഗോൾസ് അച്ചീവ് ചെയ്യാനും അല്ലെങ്കിൽ നമ്മളുടെ നോളജും സ്കിൽസൊക്കെ നന്നാക്കാൻ വേണ്ടി പറ്റും. ഇറ്റ് ക്യാൻ ബി എനിത്തിങ് ഫ്രം ഫിനാൻഷ്യൽ ടു ടെക്നോളജിക്കൽ, മീഡിയ ടു മാത്തമാറ്റിക്കൽ, ഫ്രം കണ്ടൻറ് ടു കൾച്ചറൽ. രണ്ടാമതായി ഒരു ആർട്സ് സബ്ജക്റ്റ് പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വളരെ അത്യാവശ്യമായിട്ടും അല്ലെങ്കിൽ അത് കഴിഞ്ഞൊരു ജോലിയൊക്കെ ചെയ്യുന്നതിന് വേണ്ട ഒരു സ്കില്ലാണ് ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത്. ഒരു കാര്യത്തെക്കുറിച്ച് നമ്മളൊരു എവിഡൻസൊക്കെ വെച്ച് അല്ലെങ്കിൽ ഒരു കോമൺ സെൻസിക്കലായിട്ടൊരു ജഡ്ജ്മെൻറ്റ് പറയണമെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഒരു ക്രിട്ടിക്കൽ തിങ്കർ ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ വായനയിലൂടെയും ഒബ്സർവേഷൻസിലൂടെയും എക്സ്പീരിയൻസിലൂടെയൊക്കെ ഓരോ കാര്യങ്ങളുടെ റിലയബിലിറ്റി, വാലിഡിറ്റി, ക്രെഡിബിലിറ്റി, ക്ലാരിറ്റി, ഇമ്പോർട്ടൻസ് ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുള്ളതാണ്. ഒരു ആർട്സ് സബ്ജക്റ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഇത്തരത്തിലുള്ള സ്കിൽസ് പതിയെ ബിൽഡ് ചെയ്തെടുക്കാനും അത് നമുക്കൊരു തൊഴിലിലേക്കൊക്കെ എത്തുന്ന സമയത്തേക്ക് വളരെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയും കഴിയും. ഇനി റിസർച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മുമ്പ് ഒരു കാര്യത്തെക്കുറിച്ച് ആരൊക്കെ പഠിച്ചു, അവരെങ്ങനെ പഠിച്ചു, ആ പഠനത്തിലൂടെ അവരെന്താണ് കണ്ടെത്തിയത് എന്ന് മനസ്സിലാക്കുകയും അവർ കാണാത്തതിനെ കണ്ടെത്തുകയും പിന്നീട് അത്തരം കാര്യങ്ങളെക്കുറിച്ച് ഇൻ്റർപ്രറ്റ് ചെയ്യാനൊക്കെ കഴിയുന്ന അല്ലെ പലതരത്തിൽ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സംവിധാനത്തെയാണ്. അതിനൊരുപാട് സ്റ്റെപ്പുകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആർട്സിലൊരു ഹയർ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ കരിയർ സ്വപ്നം കാണുന്ന ആളുകൾക്ക് ഈ ഒരു സ്കില്ല് വളരെ പ്രധാനപ്പെട്ടതാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ തരത്തിൽ കാര്യങ്ങളൊക്കെ പഠിക്കുകയും മുമ്പോട്ട് പോവുകയും ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മൾ ഉണ്ടാക്കിയെടുത്ത കാര്യങ്ങളെ എക്സിബിറ്റ് ചെയ്യാനും അതോടൊപ്പം തന്നെ സൊസൈറ്റിയിൽ മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിൽ പലരുമായി ചേർന്ന് ഇടപെടാനൊക്കെയുള്ള കഴിവ് ആർജിച്ചെടുക്കാൻ വേണ്ടി കഴിയും. അങ്ങനെയാണ് സമൂഹത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിൽ ആളുകൾ വർക്ക് ചെയ്യുന്നതും അങ്ങനെ മാറ്റത്തിൻ്റെ വക്താക്കളായി മാറുന്നതൊക്കെ. പലതരത്തിലുള്ള കൊളാബറേഷനിലൂടെ അല്ലെ കമ്മ്യൂണിക്കേഷൻ ചാനൽസിലൂടെ ഇടപെടാനും അവ പലതരത്തിലാവാം, ഒരു ജോബായിട്ടാവാം അല്ലെങ്കിൽ മറ്റു തരത്തിലാവാം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഒരു ആർട്സിലുള്ള ഹയർ എഡ്യൂക്കേഷൻ നമ്മളെ സഹായിക്കും. നേരത്തെ നമ്മൾ ഹ്യൂമാനിറ്റീസ് എന്ന് പറയുന്ന സബ്ജക്റ്റ് അവസരങ്ങളുടെ ഒരു വലിയ ലോകം തന്നെ നമുക്ക് തുറന്നു തരുന്നു എന്നുള്ളതിനെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഇത് വെറുതെ പറഞ്ഞു പോയത് കൊണ്ട് കാര്യമില്ല, നമുക്ക് ഓരോന്നോരോന്നായി നോക്കാം. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ പഠന കാലയളവിൽ ആർജിച്ചെടുക്കുന്ന സ്കിൽസുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് പോകാൻ വേണ്ടി പറ്റുന്ന കരിയറുകൾ എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു കാര്യം നമ്മൾ പഠിക്കുന്ന സബ്ജക്റ്റുകൾ അത് ബേസ് ചെയ്ത് പോകാൻ വേണ്ടി പറ്റുന്ന മേഖലകൾ എന്തൊക്കെയാണെന്നുള്ളത് കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു സോഷ്യൽ സയൻസസ് ആൻഡ് ഹ്യൂമാനിറ്റീസ് സബ്ജക്റ്റ് പഠിച്ചതുകൊണ്ട് അതിലൊരു ഡിഗ്രിയോ PGയോ അല്ലെങ്കിൽ ഒരു PhD ഒക്കെ ചെയ്തതുകൊണ്ട് പോകാൻ പറ്റുന്ന ജനറൽ ആയിട്ടുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ കുറച്ച് ഏരിയകൾ പറയുകയാണെങ്കിൽ ടീച്ചിങ്, എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്, പിന്നെ റിസർച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞു വലിയൊരു സാധ്യതയുള്ള മേഖലയാണ്. അതോടൊപ്പം തന്നെ ഗവൺമെൻറ് സർവീസസ്, ഇപ്പോൾ സ്റ്റേറ്റ് സർവീസസ് മുതൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ വിവിധ മേഖലകളിലേക്ക് ഒരു ബ്യൂറോക്രസിയിലേക്ക് നമുക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ലീഗൽ സർവീസസ്, ജേർണലിസം, സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് തുടങ്ങിയ ഒരുപാട് മേഖലകളിലേക്ക് ഏത് ഡിഗ്രി പഠിച്ച ആളുകൾക്കും പോകാൻ കഴിയുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തത് ഇതിൽ ഓരോ സ്പെസിഫിക് സബ്ജക്റ്റ് പഠിച്ചതുകൊണ്ട് അത് പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് അവസരങ്ങളുണ്ട് എന്നുള്ളത്. ഇപ്പോൾ ഹിസ്റ്ററി, സോഷ്യോളജി, പൊളിറ്റിക്കൽ സയൻസ്, എക്കണോമിക്സ് ഇത് ഓരോന്ന് പഠിച്ചതുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരുപാട് കരിയർ സാധ്യതകളുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഓരോന്നിൻ്റെ കരിയർ മാത്രം സംസാരിക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ചൊരു പ്രത്യേകം വീഡിയോ ചെയ്യേണ്ടതായിട്ട് വരും. നിങ്ങൾ പ്രെപ്വൈസിൽ തന്നെയുള്ള ഓരോ സബ്ജക്റ്റിനെ കുറിച്ചുള്ള കോഴ്സ് സ്പോട്ട്ലൈറ്റ് എന്ന് പറയുന്ന
ഏരിയകളിലുള്ള വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്തരം കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാവും. പിന്നെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഹിസ്റ്ററി മാത്രം ഒരു ഉദാഹരണമായിട്ട് എടുക്കുകയാണെങ്കിൽ അതിൽ പോകാൻ പറ്റുന്ന ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ആർക്കൈവിസ്റ്റ്, ആർട്ട് കൺസർവേറ്റർ, ആർട്ട് ക്യൂറേറ്റർ, മ്യൂസിയോളജിസ്റ്റ്, ഇൻഫർമേഷൻ ഓഫീസർ, അങ്ങനെ വരുന്ന കുറേ ഓപ്ഷൻസ്. എംപ്ലോയ്മെൻ്റ് അല്ലെങ്കിൽ കരിയറുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പൊതുവേ നമ്മൾ കാണാറും വായിക്കാറും കേൾക്കാറൊക്കെ ഉള്ളതാണ് ആർട്സ് സബ്ജക്റ്റ് കഴിയുന്ന ആളുകൾക്ക് ഇനി ഭാവിയിൽ ഒരുപാട് സാധ്യതകൾ തുറക്കപ്പെടുന്നു എന്നുള്ളത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ടെക്നോളജിയുടെ ഒരു ഡെവലപ്മെൻറ്റ് ഈ ഒരു തരത്തിൽ പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ പോകുന്ന സമയത്ത് ആളുകൾ പറയുന്നു പിന്നെ മെഷീൻസ് എല്ലാ കാര്യങ്ങളും ചെയ്യും, ആളുകളൊന്നും ചെയ്യേണ്ടതില്ല. അപ്പോൾ നിലവിൽ നമ്മൾ കാണുന്ന ഒരുപാട് തൊഴിലുകൾ അപ്രത്യക്ഷമാവുകയും പുതിയ തരത്തിലുള്ള ഒരുപാട് തൊഴിലുകൾ വരുമെന്നുള്ളത്. പ്രത്യേകിച്ചും ആളുകളുടെ വൈകാരികമായി ഇമോഷണൽ ആയിട്ടുള്ള ബുദ്ധിയും മറ്റൊക്കെ ഉപയോഗിച്ച് ചെയ്യേണ്ട, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ, നെഗോഷിയേഷൻ, ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ മെഷീൻസിന് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് ചെയ്യേണ്ട പ്രാപ്തരായിട്ടുള്ള കഴിവുള്ള ആളുകളെ ഇൻഡസ്ട്രിയിൽ ആവശ്യമായി വരും. അപ്പോൾ അത്തരം കഴിവുകൾ ഡിമാൻഡ് ചെയ്യുന്ന ഒരുപാട് തരത്തിലുള്ള തൊഴിലുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുകയും അതിലേക്ക് ഒരുപാട് ആളുകൾ ആവശ്യം വരും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ സ്ലൈഡിൽ കാണുന്നത് പോലെ വേൾഡ് ഇക്കണോമിക് ഫോറത്തിൻ്റെ ഫ്യൂച്ചർ ഓഫ് ജോബ്സ് റിപ്പോർട്ടിൻ്റെ വിലയിരുത്തലുകളൊക്കെ അനുസരിച്ചിട്ട് ഓരോ കാലഘട്ടത്തിലും വേണ്ട പ്രധാനപ്പെട്ട സ്കിൽസുകളെക്കുറിച്ച് ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഈ പുതിയൊരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ 21st സെഞ്ച്വറിയിൽ ആവശ്യമുള്ള സ്കിൽസിനെ കുറിച്ച് പറയുമ്പോൾ ഇത്തരത്തിലുള്ള പല സ്കില്ലുകളും ഒരു ആർട്സ് ഹ്യൂമാനിറ്റീസൊക്കെ പഠിക്കുന്ന ആളുകൾക്ക് എളുപ്പം ഉണ്ടാക്കിയെടുക്കാനും അവർക്ക് ഇത് ഡിമാൻഡ് ചെയ്യുന്ന തൊഴിലുകളിലേക്ക് എളുപ്പം പോകുന്നതിനുള്ള ഒരു സൗകര്യം ഉണ്ടാവുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് കാര്യമെങ്കിലും ഇതിലേക്കൊക്കെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചവിട്ടുപടി എന്ന് പറയുന്നത് ഏറ്റവും മികച്ച ഒരു കോളേജിൽ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ നേടുക എന്നുള്ളതാണ്. ഇപ്പം പ്രത്യേകിച്ചും 12th ഗ്രേഡിന് ശേഷം വിദേശത്തൊക്കെ പോയി പഠിക്കുക എന്നുള്ളതിൽ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട കോളേജിലോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിലോ നമുക്ക് അഡ്മിഷൻ ഉറപ്പാക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ആർട്സ് ആൻഡ് സോഷ്യൽ സയൻസസ് ആൻഡ് ഹ്യൂമാനിറ്റീസിലേക്കൊക്കെ വരുമ്പോൾ ഏറ്റവും മികച്ച വിദ്യാഭ്യാസം പ്രൊവൈഡ് ചെയ്യുന്നത് ഇന്ത്യയിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളാണ്. ഇതുവരെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്കുള്ള അഡ്മിഷൻ നടന്നിരുന്നത് പലതരത്തിലാണ്. ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ വിവിധ കോളേജുകളിലേക്കാണെങ്കിൽ നിങ്ങളുടെ 12th ഗ്രേഡ് അനുസരിച്ചിട്ടായിരുന്നു. അല്ലെ HCU, അല്ലെ പോണ്ടിച്ചേരിയിലെ ജാമിയ മില്ലിയ പോലുള്ള സർവകലാശാലകളിലായിരുന്നു. ഓരോ യൂണിവേഴ്സിറ്റിക്കും അവരുടേതായിട്ടുള്ള എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ടായിരുന്നു. എന്നാൽ ഈ വർഷം മുതൽ കാര്യങ്ങൾ മാറുകയാണ്. എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്കും ഒരു ഒറ്റ എൻട്രൻസ് അനൗൺസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. CUCET, സെൻട്രൽ യൂണിവേഴ്സിറ്റി കോമൺ എൻട്രൻസ് ടെസ്റ്റ്. അപ്പോൾ ഈ എൻട്രൻസ് പരീക്ഷയിൽ പ്രധാനമായിട്ടും ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള പേപ്പറും അതോടൊപ്പം തന്നെ സബ്ജക്റ്റ് സ്പെസിഫിക് ആയിട്ടുള്ള ഏരിയയെക്കുറിച്ചിട്ടുള്ള ധാരണ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള പേപ്പറുകളും ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു എൻട്രൻസ് എക്സാമിന് വേണ്ടി ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ അപ്ലൈ ചെയ്യുകയും എഴുതുകയും ചെയ്യും. അപ്പോൾ നല്ല കോമ്പറ്റീഷൻ ആയിരിക്കും. അപ്പോൾ ഇതിനെ മറികടന്ന് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ഒരു അഡ്മിഷൻ നേടണമെങ്കിൽ കൃത്യമായ പ്രിപ്പറേഷൻ ആവശ്യമാണ്. ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ആർട്സിൽ ഡിഗ്രി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന 12th ഏത് സ്ട്രീമിലുള്ള ആളുകളാണെങ്കിലും അവർക്ക് ഇതിലുള്ള ഡിഫറെൻറ്റ് സബ്ജക്റ്റുകളെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കാനും അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ വിവിധ ക്യാമ്പസുകളെക്കുറിച്ച് പരിചയപ്പെടാനും പിന്നെ ഇതിലേക്കുള്ള അഡ്മിഷന് വേണ്ടി കൃത്യമായി തയ്യാറെടുക്കാനും വേണ്ടി Prepwise ആപ്പ് നിങ്ങളെ സഹായിക്കും. ഇപ്പോൾ തന്നെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ കണ്ട് Prepwise മൊബൈൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. കോഴ്സുകളെക്കുറിച്ചും ഡിഫറെൻറ്റ് ക്യാമ്പസുകളെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനു വേണ്ടിയും അഡ്മിഷൻ, എൻട്രൻസ് എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി അറിയാനും Prepwise യൂട്യൂബ് ചാനൽ വിസിറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.